കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നല്ലൊരു പാട്ടാണ്, നല്ലൊരു ലെറ്ററാണ്. എഴുതാനായിട്ട് പ്രയാസമൊന്നുമില്ല. അതിൻ്റെ ശബ്ദം എന്താണ്, രണ്ട് മൂന്ന് വേർഡ്സ്, വാചകങ്ങൾ എങ്ങനെ പറയണം, നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ലെറ്റർ വായി, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റർ വായ്, വലിയ ലെറ്റർ വായ് എങ്ങനെ എഴുതുന്നത്? നേരെ ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ആയിട്ട്, പിന്നെ ഇങ്ങനെ. അതാണ് ഇവിടെ നിന്ന് ആദ്യം ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നിർത്തിയിട്ട് പിന്നെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ. അതാണ് ലെറ്റർ വൈ. അതേപോലെ തന്നെ ചെറിയ വൈ എഴുതുന്നതും അതേമാതിരി തന്നെ ചെറുതായിട്ട്. അതിൻ്റെ ഈ വൈഡ് സൗണ്ട്, ശബ്ദം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ തിന്നാനായിട്ട്, എന്തെങ്കിലും തിന്നാൻ, ഐസ്ക്രീം ആയാലും കേടായാലും എന്തെങ്കിലും ഇങ്ങനെ തിന്നുമ്പോൾ സ്പൂൺ വെച്ച് നമ്മൾ എന്താ പറയുക, എങ്ങനെ തിന്നണ? യ യ. അപ്പോൾ ശബ്ദം, ഈ വായ്, ലെറ്റർ വായുടെ ശബ്ദം യ. യ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വരുന്നത്, ഇപ്പൊ മമ്മിയോ ടീച്ചറോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ യെസ്, നമ്മൾ എന്താ പറയുന്ന? യെസ്. യ സൗണ്ട്, എന്താ ശബ്ദം? യ. യെസ്. ക്ലാസ്സില്, നിങ്ങൾ ക്ലാസ്സിൽ എന്താ ചെയ്യുന്നത്? ക്ലാസ്സിൽ ഇരുന്നിട്ട് ടീച്ചർ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത്? യെൽ. യ യെൽ, ശബ്ദമുണ്ടാക്കുക. യെൽ. ഇപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ബനാന. മഞ്ഞ കളറിലെ പഴം, ഭയങ്കര ടേസ്റ്റിയാണ്. അതിനെ പറയുന്ന മഞ്ഞ കളറിൽ തന്നെ പറയുന്നത് യെലോ. മഞ്ഞ കളറിന് എന്താ പറയുന്നത്? യെലോ. യെലോ. ഇപ്പോ വായുടെ ശബ്ദം എന്താണ്? യ. യെസ്. യെൽ. യെലോ. യെലോ. ഇപ്പോ ഇതെന്താണെന്ന് ആർക്ക് പറയാം? ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടൊരു കളിക്കാനത്, രണ്ട് ചക്രത്തിന്മേല് ഒരു തരം നൂലെങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും. അതിനെ പറയാൻ എന്താണ്? യോ യോ. അതിനെന്താ പറയുന്നത്? യോ യോ. ശബ്ദം യ യ. യോ യോ. അതൊരു കളിക്കുന്നൊരു സാധനമാണ്. പിന്നെ ഇപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സാധനം. എന്താന്ന് പറയൂ? എന്നിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരാളെ കാണാൻ എന്നെ പറഞ്ഞ എന്തൊട്ടാണ്? അതിനൊരു പേരുണ്ട്, ഭയങ്കര രസകരമാണ്. കാറ്റിലിങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അതിനെ പറയുന്നത് യോട്ട്. യോട്ട്. ശബ്ദം പറയൂ. യോട്ട്. യോട്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്, തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ ഇതെന്താന്ന് പറയണം കേട്ടോ. അപ്പൊ എൻ്റെ നടുക്കൊരു സാധനം ഉണ്ടാവും. അതെന്താണത്? എന്നിട്ട് അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത്, ഈ നടുക്ക് ഇട്ടിരിക്കുന്ന ഈ കളർ എന്താണ്? ഇതിൻ്റെ മഞ്ഞ കളറായിരിക്കും. അതിനെപ്പറ്റി നമ്മൾ പറയാൻ വന്നു. ഇപ്പോൾ അതിനെ പറയുന്നത് തൊട്ടാണ്, അതിനെ പറയണ യോക്ക്. മഞ്ഞ. ഇത് മുട്ട പൊട്ടിച്ച് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ റൗണ്ട് സാധനം ഉണ്ടാവും. അതിനെ പറഞ്ഞ യോക്ക്. യോക്ക്. മഞ്ഞ കളറായിരിക്കും. മുട്ട ഇങ്ങനെ പൊട്ടിച്ചിടുമ്പോൾ അതിൻ്റെ നടുക്ക്
ഒരു സാധനം ഉണ്ടാകും. അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? യോക്ക്. യോക്ക്. അപ്പോ ഇപ്പോ നമ്മളുടെ വീട്ടിൽ മമ്മി നൂല് വാങ്ങിക്കാറുണ്ടാവും അല്ലേ? നൂല്. അപ്പൊ നൂല് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ ഒരു നൂല് ഇങ്ങനെ മമ്മി എല്ലാം അത് തയ്ക്കാനായിട്ടുള്ള ഉപയോഗിക്കില്ലേ? അതിന് നമ്മൾ പറയുന്നത് യാൺ. നൂലിന് പറയുന്നത് എന്താണ്? അതിന്റെ സ്പെല്ലിംഗ്, എന്റെ സൗണ്ട് പറയൂ. യാൺ. യാൺ. ഇപ്പോ വലിയൊരു ടബില്, അപ്പൊ ചെറിയ ഒരു ടബ് ഇങ്ങനെ പോലെ ഒരു ടബ് പോലെ ഇങ്ങനെ, എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ തൈരുമായിരിക്കും. പക്ഷെ തൈരിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് യോഗേർട്ട്. എന്താ പറയുന്നത്? യോഗേർട്ട്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നല്ല രസകരമായ സാധനം ഉണ്ടാവും. അതിങ്ങനെ സ്പൂൺ എടുത്തിട്ട്, ഒരു സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് നല്ല കോരി കോരി അത് കഴിക്കാം. അതിനെ പറയുന്നത് യോഗേർട്ട്. എന്താ പറയുന്നത്? യോഗേർട്ട്. 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 തൈരിനെ പറഞ്ഞത് യോഗേർട്ട്. കോരിക്കോരി തിന്നാൻ തണുത്ത സാധനം ആകുമ്പോൾ നല്ല രസമാണ് അത് തിന്നാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ശബ്ദം, ഈ വായുടെ ശബ്ദമാണ് യ. ഈ യ ശബ്ദം നമ്മുടെ മനസ്സിൽ വെക്കാനായിട്ട് ഓർമ്മപ്പെടുത്താനും ഞാനൊരു ചെറിയ പാട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ വായുടെ ശബ്ദം എന്താണ്? യ. ഈ യോഗേർട്ട് തിന്നുന്ന കാര്യം മനസ്സിൽ ഓർത്താൽ മതി. ഈ തൈര് കോരി കോരി ഒരു പാത്രത്തിൽ നിന്ന്, ഒരു ടബിൽ നിന്ന് കോരി ഇങ്ങനെ ഇങ്ങനെ കഴിക്കാണ്. എന്ത്? യോഗേർട്ട്. അപ്പോൾ കയ്യിൽ വെച്ച് കൈ ഇങ്ങനെ ആ പാത്രം വിട്ട് താഴെട്ട് കളയത്, സ്പൂൺ എടുക്കുക, ആ തൈരെടുത്ത് ഇങ്ങനെ കോരി തിന്നാണ് യ. അതാണ് ശബ്ദം. അപ്പോ യോഗേർട്ട്, യോട്ട്, യോട്ട്, യോക്ക്, യോയോ, യാൺ, യെല്ലോ, യെൽ. യെസ്. അപ്പൊ എല്ലാ വാക്കുകളും ഒന്നുകൂടി പറയാം നമുക്ക്. യ, യെസ്, യ, യെൽ, യ, യെല്ലോ, യ, യാൺ, യ, യോയോ, യ, യോക്ക്, യ, യോട്ട്, യ, യോഗേർട്ട്. ഇപ്പൊ യോഗേർട്ടിനെ പറ്റി പാത്രം വെച്ചോ, കയ്യിൽ സ്പൂൺ എടുക്കൂ. അപ്പൊ പാടാം നമുക്ക്. I like to eat yogurt and bananas. I like to eat yogurt and bananas. I like to eat yogurt and bananas. അപ്പോ കേടും പഴവും കൂടി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ മമ്മി തരിക. കേടും പഴവും. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് തിന്നാൻ. ഒന്നുകൂടി പാടാം. I like to eat yogurt and bananas. I like to eat yogurt and bananas. I like to eat yogurt and bananas.